ദിലീപാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ മുഹൂർത്തം ധന്യമാക്കിയതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ സിനിമ ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ താൻ തോന്നി കഴിഞ്ഞിട്ട് ശ്രീ ജോർജിന്റെ സിനിമ, അദ്ദേഹത്തിന്റെ ഈ സിനിമയുടെ കഥ സന്തോഷം പറയുമ്പോഴുള്ള ഒരു മൂഡ് ഈ സിനിമയിൽ നിലനിർത്താനായിട്ട് ഇവര് വളരെയധികം മത്സരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കാലഘട്ടമാണ് ഈ സിനിമയിൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതും അത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ ലേറ്റായാലൊന്നും ഒരു കാര്യമില്ല. കാരണം കഥയില് അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇനിയും ലേറ്റ് ആയാലും ഒരിക്കലും അത് പഴകില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. എന്തായാലും ഒരു ചെറിയ വിഷമം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇത് കാണാൻ, റിലീസിൻ്റെ അന്ന് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. എങ്കിലും അതും നല്ലതിന് വേണ്ടി എന്ന് നമുക്ക്, കാരണം സിനിമ നന്നായിട്ട് പോയാൽ നൊയമ്പ് കഴിഞ്ഞും ഈ സിനിമ തിയേറ്ററിൽ ഉണ്ടാവും എന്നും നമ്മൾ ഒരു ഭാഗത്ത് ചിന്തിക്കുന്നു. എന്തായാലും പല കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നൊയമ്പിൽ കണ്ടമാനം ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതും അങ്ങനെ ഒരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ ഷിബു കുറ്റിമൂട് ഇപ്പോഴാണ് ഇരുട്ടത്ത് കണ്ടത്. ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പല കയറ്റവർഗങ്ങളിലെല്ലാം ഉണ്ടായ ആളുകളുണ്ട്. അവസാനം ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് ഇറങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായി എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.